السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പഠിതാക്കളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ എന്ന വളരെ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിലെ 5-ാമത്തെ ചാപ്റ്ററിലെ 7-ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നതും. അവിടെ നമുക്ക് 4 വാക്കുകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് മുഹമ്മദുൻ എന്ന വാക്കാണ്. അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഖാലിദുൻ എന്ന് കാണാൻ കഴിയും. മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉസ്താദുൻ എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ 4-ാമത്തേത് വലദുൻ എന്നതാണ്. ഇതിൻ്റെയൊക്കെ എൻഡിങ്, അതിൻ്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മുഹമ്മദുൻ എന്ന് പറയുമ്പോൾ ലൊമ്മത്തൈൻ 2 ലൊമ്മുകൾ കൊണ്ടാണത് അവസാനിക്കുന്നത്. ഖാലിദുൻ, ഉസ്താദുൻ, വലദുൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിലേക്ക് തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു, കൊടുത്തൊരു വാക്ക്, ഒരു യാ എന്നുള്ള ഒരു വാക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്. യാ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? യാ എന്നത് നമ്മൾ പലപ്പോഴും അറിയുന്ന, സാധാ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. യാ അല്ലാ എന്ന് പറയാനുണ്ട് അല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. യാ അല്ലാ, അല്ലാഹുവേ. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ യാ സലീം എന്ന് പറഞ്ഞാൽ സലീമേ എന്നതാണ് അതിൻ്റെ അർത്ഥം. മുനാദ, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് യാ, ഹർഫുൽ മുനാദ. അത് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറബിയിലെ ഒരു പ്രയോഗമാണ് യാ എന്നുള്ളത്. നമ്മുടെ ചാപ്റ്ററിൽ ഈ ടെക്സ്റ്റിൽ ഇത് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ടെക്സ്റ്റിലെ ഓരോ ഭാഗങ്ങളും വെറുതെ കൊടുത്തതല്ല, അതിലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ടെക്സ്റ്റിലെ ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും എന്ത്, യാ യാസിറു എന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മെ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തംരീനിലൂടെ, അത് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് തംരീനിലൂടെ അത് കൊണ്ടുവരുന്നത്. യാ യാസിറു എന്ന് പറഞ്ഞാൽ യാസിറേ എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, പാഠഭാഗത്ത് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, അതൊന്നും കൂടെ തംരീനിലൂടെ നമ്മൾ മനസ്സിലേക്കത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യാ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ യാ മുഹമ്മദു എന്ന് വന്നപ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടായത്? മുഹമ്മദുൻ എന്നതിലെ 2 ലൊമ്മ് ആ അവസ്ഥയെ മാറ്റിയിട്ട് ഒറ്റ ലൊമ്മാക്കി മാറ്റി എന്നുള്ളത്. അപ്പോൾ യാ മുഹമ്മദു, ഇതിനർത്ഥം എന്താണ്? മുഹമ്മദേ. അപ്പോൾ യാ വന്നാൽ എന്ത് ചെയ്യൂല, മുഹമ്മദുൻ എന്നതിന് ആ തൻവീന് നഷ്ടപ്പെടും, മുഹമ്മദു എന്നായി മാറും എന്നതാണ്. ഖാലിദുൻ എന്നതും അതുപോലെ തന്നെയാണ്. ഖാലിദുൻ എന്നതിന് ഖാലിദേ എന്ന് വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ യാ ഖാലിദു എന്നാണ് വന്നത്. അപ്പോൾ അവിടെ എന്ത് പോയി, തൻവീന് നഷ്ടപ്പെട്ടു. ഒറ്റ തൻവീനായി, അഥവാ ഒരു ലൊമ്മേ അതിനാവശ്യമുള്ളൂ എന്നതാണ് ഈ തംരീന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉസ്താദുൻ എന്നത് യാ വന്നപ്പോൾ യാ ഉസ്താദു എന്നായി മാറി, യാ ഉസ്താദു. വലദുൻ എന്നതിലേക്ക് യാ വന്നപ്പോൾ യാ വലദു എന്നായി മാറി, യാ വലദു. അപ്പോൾ വളരെ ലളിതമാണ്. വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാ എന്നത് അതൊരു നൗണിലേക്ക്, ഒരു പേരിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവിടെ അതിന് ആ പേരുള്ള വ്യക്തിയെ വിളിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല അവിടെ റഫ് 2 ലൊമ്മുള്ളതിനെ ഒറ്റ ലൊമ്മാക്കിയിട്ട് മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യാക്ക് ശേഷം വരുന്നതിന് ലൊമ്മായിരിക്കും, അത് സിംഗുലറായ ഒരു നാമമായി വരുമ്പോൾ
അല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അത് നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ടെക്സ്റ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ശരി, ആ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അടുത്തതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നോക്കൂ എങ്ങനെയാണത് വായിക്കുക. ഇഖ്റ, ഈ ഒരു തംരീന് അതിന് നമ്പർ ഒന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് അല്ലേ, ഇഖ്റ. പിന്നെ വക്തുബ് മഅ ലബ്തി അവാഖിരിൽ കലിമാത്ത്, മഅ ലബ്തി അവാഖിരിൽ കലിമാത്ത്. വാക്കുകളുടെ അർത്ഥം നോക്കൂ. ഇഖ്റ അറിയാം, റീഡ്. വക്തുബ് ആൻഡ് റൈറ്റ്. മഅ ലബ്തി അവാഖിരിൽ കലിമാത്ത്, വിത്ത് ദ കറക്റ്റ് എൻഡിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലബുത്തോടുകൂടി കറക്റ്റ് ചെയ്തുകൊണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ലബുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് വ്യവസ്ഥ ചെയ്യുക എന്നതർത്ഥം. അവാഹിർ എവിടെയാണ് വ്യവസ്ഥ ചെയ്യുന്നത്? അവാഹിറിൽ. അവാഹിർ പറഞ്ഞാൽ ആഹിർ, അവാഹിർ എന്ന് പറഞ്ഞാൽ അവസാനങ്ങളെ, ഓരോ വാക്കുകളുടെയും അവസാനങ്ങളെ അല്ലേ. അൽ കലിമാത്ത്, കലിമാത്തുകളുടെ. അപ്പോൾ കലിമാത്തുകളുടെ അവസാനത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? വായിക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത മുഹമ്മദുൻ യാ മുഹമ്മദു, ഉസ്താദുൻ യാ ഉസ്താദു, ഖാലിദുൻ യാ ഖാലിദു, വലദുൻ യാ വലദു എന്നതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മളതിനെ വായിക്കേണ്ടത്? അലിയേ എന്നാണ്, അല്ലയോ അലി, അബ്ബാസേ എന്നാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ വായിക്കും? അതുപോലെ തന്നെ പിന്നെ ഒരു ഷെയ്ഖ്, പിന്നെ പ്രായമായ ഒരാൾക്ക് ഷെയ്ഖ് എന്ന് പറയും. പണ്ഡിതന്മാർ ഒക്കെ ആളുകൾക്കൊക്കെ വേണ്ടി, പ്രായമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും? ഷെയ്ഖ് എന്ന് പറയും. അതാണ് പിന്നെ ഉദ്ദേശിക്കുന്നത്, ഷെയ്ഖേ. അതുപോലെ തന്നെ റജുൽ, ഏ മനുഷ്യ, അല്ലെങ്കിൽ ഓ മേൻ എന്ന അർത്ഥത്തിലാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? വായിക്കേണ്ടത്. യാസിർ അല്ലേ, ഒരു പേരവിടെ കൊടുത്തതാണ്. അമ്മാറേ, അതുപോലെ തന്നെ ദൊക്തൂർ, അതുപോലെ തന്നെ ഡോക്ടറേ. ഈ അർത്ഥത്തിൽ നമുക്കിതിനെ വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ എങ്ങനെ വായിക്കും? അലിയേ എന്നെങ്ങനെയാണ്? യാ ഇല്ലെങ്കിൽ അവിടെ എഴുതുകയാണെങ്കിൽ, ഒറ്റ പേരാണെങ്കിൽ അലിയുൻ എന്നായിരിക്കും എഴുതുക. യാ വന്നതുകൊണ്ട് അലിയേ എന്ന് വിളിക്കാൻ നമ്മൾ ഏത് രീതിയാണ്, ഏത് ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ്. ഓക്കെ, വായിച്ചോളൂ. യാ അലിയു അല്ലേ, ശരി. യാ അലിയു എന്നതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് നോക്കാം നമുക്ക്. അബ്ബാസേ എന്നർത്ഥം വരുമ്പോൾ നമ്മൾ എന്നർത്ഥം വരാൻ ഏത് രീതിയിലൂടെ നമ്മളത് വായിക്കണം? യാ അബ്ബാസു, അബ്ബാസേ. അവിടെ അബ്ബാസി പറയാൻ പാടില്ല, അബ്ബാസുൻ എന്നും പറയാൻ പാടില്ല. യാ അബ്ബാസു, അബ്ബാസേ. മറ്റൊന്ന്, അവിടെ എന്താണ്? യാ ഒന്നുമില്ല, ഒരു ഷെയ്ഖ് എന്നർത്ഥം. ഷെയ്ഖുൻ എങ്ങനെയാണ് വായിക്കുക? ഷെയ്ഖുൻ അല്ലേ. ഇത് നമ്മൾ വായിക്കേണ്ടത് ഷെയ്ഖുൻ. അതിലേക്ക് യാ വന്നാലോ? യാ ഷെയ്ഖു, യാ ഷെയ്ഖു. യെസ്, റജുലുൻ എന്നതിലേക്ക് യാ വന്നപ്പോൾ യാ റജുലു. യാ റജുലു പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഏ മനുഷ്യ. നമ്മൾ യാ ഇൻസാൻ എന്നാണ് മനുഷ്യൻ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്, നമ്മളൊരാളാണെങ്കിൽ പിന്നെ അവർ ആ വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റജുലു പറയണം. പുരുഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓ മേൻ എന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദേശിക്കുന്നത്. യാ റജുലു. അടുത്തതോ യാസിറു എന്നാണോ? അല്ല, യാസിറുൻ. എങ്ങനെ വായിക്കുക? യാസിറുൻ എന്ന് തന്നെ നമുക്ക് വായിക്കാം അല്ലേ. യാസിറുൻ. അവിടെ ആ യാ എന്നുള്ള പേരിലേക്കുള്ളതാണ്, അല്ലാതെ യാ എന്നല്ല. യാസിറുൻ, യാസിർ. അടുത്തതോ യാ അമ്മാറു അല്ലേ. യാ അമ്മാറു, അമ്മാറേ എന്നാണ് പറയാം. അമ്മാറേ. എങ്ങനെ? യാ അമ്മാറു. അതുപോലെ ഡോക്ടർ, ദുക്തൂർ. എങ്ങനെ പറയാം? ദുക്തൂർ. എൻ്റെ അർത്ഥം എന്താ? ഡോക്ടർ. ഡോക്ടറേ എന്ന് വിളിക്കൽ എങ്ങനെയാണ്? യെസ്, യാ ദുക്തൂർ. എങ്ങനെ പറയാം? യാ ദുക്തൂർ, ഡോക്ടറേ എന്ന് വിളിക്കുന്ന രീതി അതാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലായി. യാ എന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് 8ാമത്തെ തംരീനാണ്. തംരീൻ, ആ തംരീനിൻ്റെ ഭാഗം
അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ഇഖ്റഇൽ മിസാലൽ ആത്തിയ ثم كون أسئلة مثله مشيرا إلى الصور التالية. ഇഖ്റഇൽ മിസാലൽ ആത്തിയ, താഴെ കൊടുത്ത ഉദാഹരണത്തെ വായിക്കുക എന്നാണ്. മിസാൽ ഉദാഹരണം, ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഏതാണ് ആ ഉദാഹരണം? ഇതാണ്. ഇത് വായിക്കുക. എന്നിട്ട് സുമ്മ കവ്വിൻ അസ്ഇല, എന്നിട്ട് എന്ത് ചെയ്യണം? ചോദ്യങ്ങളെ ഉണ്ടാക്കണം. സുമ്മ കവ്വിൻ, കവ്വിൻ എന്ന് പറഞ്ഞാൽ മെയ്ക്ക്, ഉണ്ടാക്കുക. അസ്ഇലത്തൻ, ചോദ്യങ്ങൾ. മിസ്ലഹു, അതുപോലെ. ഏതുപോലെ? നമ്മൾ ഉദാഹരണം വായിച്ചില്ലേ, ആ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഇതുപോലെയുള്ള ചോദ്യങ്ങളെ ഉണ്ടാക്കുക. മുഷീറൻ, ചൂണ്ടിക്കൊണ്ട്. മുഷീർ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കൊണ്ട്. ഇലസുവരി താലിയ, ഇലസുവരി താലിയത്തി, താഴെയുള്ള ചിത്രങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അഥവാ താഴെയുള്ള ചിത്രങ്ങളെ ചൂണ്ടി ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണത്തെ വായിക്കാം നമുക്ക്. ഒന്നാമത്തെ ഉദാഹരണം എന്താണ്? കിതാബു മൻ ഹാദ. കണ്ടോ, ഏതിലേക്ക് ചൂണ്ടിയിട്ടാണത്? അതിൻ്റെ മറുഭാഗത്ത് കൊടുക്കുന്ന ഈ കിതാബിലേക്ക് ചൂണ്ടിയിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതാരുടെ കിതാബാണ്? ഇതാരുടെ കിതാബാണ്? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതാരുടെ വീടാണ്? ഇതാരുടെ പള്ളിയാണ്? ഇതാരുടെ മകനാണ്? ഇതാരുടെ മകളാണ്? ഈ ഒരു പ്രയോഗം അറബിയിൽ എങ്ങനെയാണ് നടത്തുക എന്നുള്ളത് ഈ തംരീൻ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സാധ്യമാകും. ശരി, നോക്കൂ, ഓരോന്നും കൂടെ പറയാം. ഓരോന്നും നോക്കൂ. ഏതിലേക്കാണ് നമ്മൾ ചൂണ്ടി പറയേണ്ടത്? എന്താണ് ഈ കാണുന്ന ഈ ഫോട്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത്? പേനയാണല്ലേ. അപ്പോൾ എന്ത് വേണം? ഈ പേന ആരുടേതാണ് എന്ന് പറയണം. ഈ പേന ആരുടേതാണ് എന്ന് പറയണം. എന്തായിരിക്കും പറയേണ്ടത്? മുകളിൽ കൊടുത്തതുപോലെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? ആലോചിച്ച് നോക്കുക. അതിന് ശേഷം താഴേക്ക് നോക്കൂ. ഒന്നും കൂടെ നിങ്ങൾ തംരീൻ നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പറയാം. നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി വെക്കണം. ശരി, അതിന് താഴെ കൊടുത്തിട്ടുള്ളത് 2 ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ഷർട്ടിൻ്റെ ഫോട്ടോ ആണ്, കുപ്പായം. രണ്ടാമത്തേത് ഒരു വീടിൻ്റെതാണ്. അപ്പോൾ ഇത് ആരുടെ ഷർട്ടാണ് എന്ന് ചോദിക്കണം. ഇതാരുടെ വീടാണ് എന്ന് ചോദിക്കണം. എന്തായിരിക്കും നമ്മൾ ആൻസർ പറയേണ്ടത്? നേരത്തെ നമ്മൾ പഠിച്ചു, ഇതാരുടെ പേനയാണ് എന്ന് ചോദിക്കാൻ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അറബി വാക്കെന്താണ് എന്ന്. അതുപോലെ തന്നെ കുപ്പായത്തിന് എന്താണ്, ഷർട്ടിന് എന്താണ് പറയുക, അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്, ഈ ടെക്സ്റ്റ് പരിശോധിക്കുന്നത്. ശരി, പിന്നീട് നമുക്ക് കാണുന്നത് എന്താണ്? ഒരു ബെഡാണ് അല്ലേ, കട്ടിലും ബെഡൊക്കെയാണ്. ഇതാരുടെ ബെഡാണ്, ഇതാരുടെ ബെഡാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചോദിക്കാൻ കഴിയണം. അതിനുള്ള വാക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ശരി, നമുക്കതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നോക്കാം. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയ ഉത്തരങ്ങളും പറയുന്ന വാക്കുകളും ശരിയാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്താണ് അവിടെ പറയേണ്ട വാക്ക്? ഒന്നാമത്തേത് എന്താ? പേനയിലേക്ക് ചൂണ്ടി ഇതാരുടെ പേനയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? യെസ്, പേനക്ക് എന്താ പറയുക? കലം അല്ലേ, കലമു എന്ന് എഴുതിയിട്ട് പിന്നെ മൻ, അത് കഴിഞ്ഞാലോ മൻ ഹാദ ഉണ്ടോ, എന്നൊരു ക്വസ്റ്റ്യൻ ചിഹ്നം. അതോടുകൂടി എന്തായി മാറി? കലമു മൻ ഹാദ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാരുടെ പേനയാണ്, ഇതാരുടെ പേനയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. രണ്ടാമത്തെ തംരീൻ, ഇതാരുടെ കുപ്പായമാണ്. എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത്? കുപ്പായത്തിന് അല്ലെങ്കിൽ ഷർട്ടിന് എന്താണ് അറബി? ഖമീസ് എന്നതാണ്. ഖമീസ് നേരത്തെ മുകളിൽ നമ്മൾ പഠിച്ചു. ആര് എന്നുള്ളതിന് ആരുടേത് എന്ന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ.
അപ്പോൾ ഇതാരുടെ കുപ്പായമാണ് എന്നിങ്ങനെയാ പറയാം? ഖമീസു മൻഹാദ. എങ്ങനെയാണ് പറയാം? ഖമീസു മൻഹാദ. വളരെ എളുപ്പമാണ് അല്ലേ? ഖമീസു മൻഹാദ എന്ന് നമുക്ക് പറയാം. അടുത്തതോ, അത് കഴിഞ്ഞാൽ ഖമീസു മൻഹാദ എന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇതാരുടെ വീടാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? ബൈത്തു മൻഹാദ. യെസ്, ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ബൈത്തു മൻഹാദ. ബൈത്ത് ആരുടെ, ബൈത്തു മൻഹാദ എന്ന് പറഞ്ഞാൽ ഇതാരുടെ വീടാണ്. വളരെ എളുപ്പമാണ്, വളരെ ലളിതമായി നമുക്കൊരുപാട് സെൻറ്റൻസുകൾ അറബി ഭാഷയിൽ ഇതുപോലെ ഇതാരുടേതാണ്, ഇതാരുടെ പേനയാണ്, ഇതാരുടെ വീടാണ്, ഇതാരുടെ കാറാണ് എന്നൊക്കെ ചോദിക്കാൻ പഠിക്കുകയാണ്. യെസ്, ലാസ്റ്റ് ഇതാരുടെ ബെഡാണെന്നിങ്ങനെ ചോദിക്കുക. സെരീറു. സെരീർ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെരീർ, അതിൻ്റെ ഫോട്ടോസുകളൊക്കെ നമ്മൾ കാണാം. അപ്പോൾ സെരീറു മൻഹാദ അല്ലേ? സെരീറു മൻഹാദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതാരുടെ ബെഡാണ്, ഇതാരുടെ ബെഡാണ് ചോദിച്ചുകൂടെ? യെസ്, ഇതോടുകൂടി ഇനി നിങ്ങൾ ചില സെൻറ്റൻസുകൾ സ്വയം പറഞ്ഞു നോക്കൂ. ഇതാരുടെ കുട്ടിയാണ്? വലതു മൻഹാദ ചോദിച്ചൂടെ? ഇതാരുടെ ഖുർആനാണ്? ഖുർആനു മൻഹാദ. ഇതാരുടെ പള്ളിയാണ്? മസ്ജിദു മൻഹാദ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാവുന്നതാണ്. ശരി, 9ാമത്തേത് നോക്കാം. 9ാമത്തേത് 2 വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇസ്മുൻ. ഇസ്മുൻ, അതിൻ്റെ താഴെ ഇബ്നുൻ. അവിടെ ഇസ്മ എന്നതിൻ്റെ താഴെ അലിഫിൻ്റെ താഴെ നമ്മൾ ഹംസ കാണുന്നില്ല. ഇബ്ന് എന്നതിൻ്റെ അലിഫിൻ്റെ താഴെ നമ്മൾ ഹംസ കാണുന്നില്ല. ആളുകൾ തെറ്റായി എഴുതാറുണ്ട്, അലിഫിൻ്റെ താഴെ ഇസ്മ ഹംസ ഇട്ട് ഇസ്മ. ഇത് ശരിയല്ല, അങ്ങനെ എഴുതാൻ പാടില്ല. ശരി, അത് വായിക്കുന്ന രീതി നോക്കൂ. എങ്ങനെയാണ് അവിടെ വായിക്കേണ്ടത്? ഇസ്മുൻ എന്നവിടെ എന്ത് ചെയ്തു? കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇസ്മുൻ 2 ലൊമ്മതിനുണ്ട്. ഈ ബിനുൻ എന്ന് പറയുന്നിടത്ത് 2 ലൊമ്മുണ്ട്. 2ഇടത്തും 2 ലൊമ്മുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പ്രയോഗത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വന്നത്? ഒന്ന് ഇസ്മുൽ വലദി മുഹമ്മദുൻ. അവിടെ ഈ എന്ന് തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് വായിച്ചു. ഇസ്മുൽ വലദി മുഹമ്മദുൻ. പിന്നെ വരുന്നത് നോക്കൂ, ഈ അടയാളം നോക്കൂ, വാവിന് ശേഷം വന്നു വ. അവിടെ വ ഇസ്മു എന്ന് പറയോ? ഇല്ല. വസ്മുൽ ബിൻതി സൈനബു. വസ്മുൽ ബിൻതി സൈനബ്. അപ്പോൾ അവിടെ ആ അലിഫ് അഥവാ ഹംസത്തുൽ വസ്ൽ തുടക്കത്തിൽ വരുമ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഉച്ചാരണത്തോടു കൂടി നമ്മളത് വായിക്കുന്നു. ഇടയിൽ വരുമ്പോൾ അതൊരു ഹർഫിന് ശേഷമോ കലിമത്തിൻ്റെ ഇടയിലോ അത് വരികയാണെങ്കിൽ അവിടെ എന്താണ് വായിക്കുക? അതിന് അലിഫിന് കെസറ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അത് കട്ട് ചെയ്തുകൊണ്ടാണ് വായിക്കുക. അപ്പോൾ അവിടെ വസ്മുൽ ബിൻതി സൈനബു എന്നാണ്. കുട്ടിയുടെ പേര് മുഹമ്മദ് ആകുന്നു, പെൺകുട്ടിയുടെ പേര് സൈനബ് ആകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. താഴേക്ക് നോക്കൂ. താഴെയുള്ളത് വായിക്കുമ്പോൾ ഇസ്മുൽ മുദർരിസി ഹാമിദുൻ. ഇസ്മുൽ മുദർരിസി ഹാമിദുൻ. മുദർരിസിൻ്റെ പേര് ഹാമിദാണ്. അടുത്തതോ മസ്മുൽ മുദീരി. അവിടെ മാ ഇസ്മു എന്ന് പറയാൻ പാടില്ല, മസ്മുൽ മുദീരി. പലപ്പോഴും ആളുകൾക്ക് തെറ്റിക്കുന്നതാണ്. മാ ഇസ്മുക്ക അല്ല, മസ്മുക്ക. മസ്മുൽ മുദീരി എന്നാണ് പറയാം. യെസ്, അതേപോലെയുള്ള ഒരു നിയമം തന്നെയാണ് ഇബ്നു എന്നതിലേക്കും. അവിടെ നോക്കൂ, ഇബ്നു ഖാലിദിൻ. അടോ വ്യക്തമായി ഉച്ചരിച്ചു. ഇബ്നു ഖാലിദിൻ ഫിൽ മദ്രസ. ഖാലിദിൻ്റെ മകൻ മദ്രസയിലാണ്. എന്നാൽ ആ ഇബ്നു ഇടയിലേക്ക് വരികയാണ്. വ ബിനു. വ ഇബ്നു എന്ന് പറയാൻ പാടില്ല. വ ബിനു ഹാമിദിൻ ഫിൽ ജാമിയ. ഹാമിദിൻ്റെ മകൻ എവിടെയാണ്? ജാമിയയിലാണ്, യൂണിവേഴ്സിറ്റിയിലാണ്. ശരി, അടുത്ത നോക്കൂ. ഇബ്നുൽ മുദർരിസി ഫിൽ ഫസ്ലി. മുദർരിസിൻ്റെ മകൻ ക്ലാസ്സിലാണ്. അവിടെ മുദർരിസിൻ്റെ കിട്ടാൻ കസറ് കൊടുത്തു. അത് ഈ തംരീനിൽ അതൊരു ലക്ഷ്യമല്ല, പക്ഷെ പഠിച്ചതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നുൽ മുദർരിസി, മുദർരിസിൻ്റെ മകൻ ഫിൽ ഫസ്ലി ക്ലാസ്സിലാണ്. ഐന ബിനുൽ മുദീരി. ഐന എവിടെയാണ്? ഐന ബിനു. ഐന ബിനുൽ മുദീരി, മുദീറിൻ്റെ മകൻ എവിടെയാണ്?
അപ്പോൾ അതിന് നമുക്ക് തിരിച്ചറിയാൻ ഇവിടെ കൊടുത്ത ഒരു അടയാളം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം അല്ലേ. ഈ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ അലിഫിൻ്റെ മുകളിൽ എന്തുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വബ്നു എന്നതിൻ്റെയൊക്കെ മുകളിൽ ഒരു ചെറിയ ഒരു കുനിഞ്ഞ് സ്വാ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇതെന്തിൻ്റെ അടയാളം? വളരെ ചെറുത്, അതിൻ്റെ ആ ഒരു അറ്റം മാത്രം കൊടുത്തിട്ടുണ്ട്. അത് വസ്ലിൻ്റെ ഹംസയാണത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ അതിന് ഉച്ചാരണത്തോടെയും ഇടയിൽ വരുമ്പോൾ അതിന് ഉച്ചാരണമില്ലാതെയുമാണ് നമ്മളത് വായിക്കേണ്ടത്. ഈ ഒരു നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി നമുക്ക് 2 തംരീനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നോക്കൂ അതെങ്ങനെയാണ് വായിക്കുക. വായിക്കുന്ന രീതി, ഇഖ്റ മാ യലി മുറാഇയൻ ഖവാഇദ നുത്ഖി ഹംസത്തിൽ വസ്ലി. അപ്പോൾ നമ്മൾ ഹംസത്തുൽ വസ്ലിലൂടെ പഠിച്ചു, വസ്ലിൻ്റെ ഹംസ പഠിച്ചു. അതിന് ആരംഭത്തിൽ ഉച്ചാരണത്തോടെയും ഇടയിൽ ഉച്ചാരണം നഷ്ടപ്പെട്ടും വായിക്കുന്ന ഒരു രീതി നമ്മൾ ആവർത്തിച്ച ആ വസ്ലിൻ്റെ ഹംസ അതിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ടതാണ്. ഒന്നായിട്ട് ഒരുമിച്ച് അർത്ഥം ഇഖ്റ, ഓരോന്നായിട്ട് പറയാം നമുക്ക്. ഇഖ്റ മായലി, താഴെയുള്ളത് വായിക്കുക. മുറാഇ എന്ന് പറഞ്ഞാൽ കീപ്പിംഗ്, വിത്ത് കീപ്പിംഗ്, പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട്. എന്തിനെ? ഖവാഇദ, നിയമങ്ങളെ, നുത്ഖി, ഉച്ചാരണത്തിൻ്റെ നിയമങ്ങളെ പരിഗണിച്ചുകൊണ്ട്. ഏതിൻ്റെ ഉച്ചാരണം? ഹംസത്തൽ വസ്ലി. അവിടെ വായിക്കുമ്പോൾ നുത്ഖി ഹംസത്തിൽ വസ്ലി, വസ്ലിൻ്റെ ഹംസയുടെ ഉച്ചാരണത്തെ പരിഗണിച്ചുകൊണ്ട് താഴെയുള്ളതിനെ വായിക്കുക. അപ്പോൾ നമുക്ക് ഹംസത്ത് വസ്ൽ ഉപയോഗപ്പെടുത്തി വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇവിടെ അർത്ഥം ലക്ഷ്യമാക്കുന്നത്. ഒന്നുകൂടെ വായിക്കുന്നു. ഇഖ്റ മാ യലി മുറാഇയൻ ഖവാഇദ നുത്ഖി ഹംസത്തിൽ വസ്ലി. ശരി, എങ്ങനെയാണ് വായിക്കുക? ഞാനതിൻ്റെ അർത്ഥം പറയും, നിങ്ങൾ വായിച്ചു നോക്കും. എന്നിട്ട് അതിൻ്റെ ഉത്തരം പറയുമ്പോൾ ഞാൻ വായിച്ചതും നിങ്ങൾ വായിക്കുന്നതും ഒരേപോലെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് മാത്രം. ശരി, ഒന്നാമത്തെ എന്താണ്? മുഹമ്മദിൻ്റെ മകൻ ഇറാഖിലാണ്, ഹാമിദിൻ്റെ മകനാവട്ടെ ഇന്ത്യയിലാണ്. അതാണ് അതിൻ്റെ അർത്ഥം. തൊബീബിൻ്റെ മകൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. മൂന്നാമത്തേത്, കച്ചവടക്കാരൻ്റെ മകൻ അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. നാലാമത്തേത്, എൻജിനീയറുടെ പേര് ഫൈസലാണ്, തൊബീബിൻ്റെ പേര് മസ്ഊദാണ്. അഞ്ചാമത്തേത്, ആ റജുലിൻ്റെ പേരെന്താണ്, അയാളുടെ പേരെന്താണ് എന്നർത്ഥം. ആറാമത്തേത്, നീ ആരുടെ മകനാണ്? ഞാൻ മന്ത്രിയുടെ മകനാണ്. അതാണ് ഈ സെൻറ്റൻസുകളുടെ അർത്ഥം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് വസ്ൽ, ഹംസത്തുൽ വസ്ൽ, അതിൻ്റെ ഉച്ചാരണം, നിയമം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ, അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ശരി, എങ്ങനെ വായിക്കാം? നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് മനസ്സിലാക്കി, കണ്ടില്ലേ, ഇബ്നു എന്നുള്ള പ്രയോഗമാണ് വന്നത്. അപ്പോൾ അവിടെ എന്ത് വായിക്കണം? ഇബ്നു മുഹമ്മദിൻ ഫിൽ ഇറാഖി. അവിടെ ഈ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹർക്കത്തിട്ട് വായിക്കണം അല്ലേ. ഇബ്നു മുഹമ്മദിൻ ഫിൽ ഇറാഖ്. പക്ഷെ അതേ ഇബ്നു തന്നെ വാവിന് ശേഷം വന്നു. അവിടെ എങ്ങനെ വായിക്കണം? വബ്നു ഹാമിദിൻ ഫിൽ ഹിന്ദി. അപ്പോൾ ഞാനൊന്നുകൂടെ വായിക്കുന്നു. ഇബ്നു മുഹമ്മദിൻ ഫിൽ ഇറാഖി വബ്നു ഹാമിദിൻ ഫിൽ ഹിന്ദി. രണ്ടാമത്തെ എങ്ങനെ വായിക്കും? ഖറജബ്നു ത്വബീബി മിനൽ ബൈത്തി. ഖറജബ്നു ത്വബീബി മിനൽ ബൈത്തി. ഇവിടെ ഖറജ എന്നതിന് ശേഷമാണ് ഹംസത്ത് വസ്ൽ വന്നത്. അതുകൊണ്ട് അവിടെ ഖറജ ഇബ്നു എന്ന് പറയില്ല. അവിടെ വ്യക്തമായി നമ്മൾ ഖറജബ്നു എന്നെന്ത് ചെയ്യണം? വായിക്കണം. ഖറജബ്നു ത്വബീബി മിനൽ ബൈത്തി. ശരി, മൂന്നാമത്തേത്, ദഹബബ്നു താജിരി ഇല സൂഖി. ദഹബബ്നു താജിരി ഇല സൂഖി, അങ്ങനെയാണ് അവിടെ വായിക്കേണ്ടത്. നാലാമത്തേത്, ഇസ്മുൽ മുഹന്ദിസി ഫൈസൽ വസ്മു ത്വബീബി. അല്ലേ, ഇവിടെ എന്താ വായിക്കുക? വസ്മു ത്വബീബി മസ്ഊദുൻ. വസ്മു ത്വബീബി മസ്ഊദുൻ. മുഹന്ദിസിൻ്റെ പേര് ഫൈസലാണ്, ഡോക്ടറുടെ പേര് മസ്ഊദാണ്. അഞ്ചാമത്തേത് എങ്ങനെ വായിക്കും? അയാളുടെ പേരെന്താണെന്നല്ലേ? മസ്മുർ റജുൽ.
ആ മനുഷ്യൻ, ആ പുരുഷൻ്റെ അല്ലെങ്കിൽ അയാളുടെ പേരെന്താണ്? മസ്മുർ റജുൽ, മസ്മുർ റജുലി. ശരി, ആറാമത്തേത് ആദ്യമാണ് വന്നത്. അപ്പം എങ്ങനെ വായിക്കും? ഈ ബിനുമന്നൻത, അവിടെ ഈ ബിനുമന്നൻത, നീ ആരുടെ മകനാണ് എന്ന് തന്നെ വ്യക്തമായി വായിക്കണം. എന്നാൽ അത് അന ചേർത്ത് വന്നപ്പോഴോ അനബിനുൽ വസീരി, ഞാൻ മന്ത്രിയുടെ മകനാണ് ഞാൻ. നീ ആരുടെ മകനാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ സ്ട്രോങ്ങിൽ തന്നെയാണ് അല്ലേ, ഞാൻ മന്ത്രിയുടെ മകനാണ്. യെസ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗങ്ങൾ, അഥവാ നമ്മൾ എത്ര കെലിമത്തുകൾ, പുതിയതായ എത്ര കെലിമത്തുകൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അൽ കെലിമാത്തുൽ ജദീദത്തു, ദ ന്യൂ വേർഡ്സ്. ഇതൊന്നും 1 മുതൽ 4 വരെയുള്ള ചാപ്റ്ററിൽ പഠിക്കാത്ത വാക്കുകളാണ്. നമുക്ക് സുപരിചിതമായ പദങ്ങളായിരിക്കാം, പക്ഷേ ഈ ചാപ്റ്ററിൽ ഇത് പുതിയ വേർഡ്സുകളാണ്. ചിലത് നമുക്ക് ഒരു പക്ഷേ ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നതും ഇതിലുണ്ടാവാം. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ഇനി അടുത്ത ചാപ്റ്ററുകളിലൊക്കെ ഈ ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഇനി നമുക്ക് അന്വേഷിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവരുത്. ശരി, ഒന്നാമത്തെ എന്താണ്? അർ റസൂൽ അല്ലേ. അർ റസൂൽ എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം, റസൂലുള്ള എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, പ്രവാചകൻ അല്ലേ, ദൂതൻ എന്നതാണ് അതിൻ്റെ അർത്ഥം, ദ മെസ്സഞ്ചർ. യെസ്, അൽ കഅബ അറിയാം, പരിപാവനമായിട്ടുള്ള കഅബാലയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഇസ്ം അല്ലേ, നാമം, നെയിം. അൽ ഇബ്ൻ മകൻ. അൽ അം പിതൃവ്യൻ, ഉപ്പയുടെ സഹോദരൻ അല്ലേ, അം. അതുപോലെ തന്നെ അൽ ഖാൽ അമ്മാവൻ, നമ്മളെന്ത് ചെയ്യുന്നു മനസ്സിലാക്കിയിട്ടുണ്ട്. യെസ്, അൽ ഹഖീബത്തു ബാഗ്. അസ്സയ്യാറത്തു കാർ. അഷാരിഉ റോഡ്. മുഗ്ലഖുൻ ക്ലോസ്ഡ് അടച്ചത്. തഹ്ത അണ്ടർ താഴെ. ഹുനാക്ക ദർ അവിടെ. അൽ മുഹന്ദിസു എഞ്ചിനീയർ. ഇത്രയും ഭാഗങ്ങളാണ്, ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്ന ന്യൂ വേർഡ്സ് അഥവാ പുതിയ വാക്കുകൾ. ഇനി ഏറ്റവും അവസാനമായി എന്താണ് ഇതിൽ നമ്മൾ പഠിച്ച ഒരു നിയമം? നമ്മൾ വായിച്ച ഒരു വായനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് നമ്മൾ പറയുന്ന ഒരു ചില വേർഡ്സുകളുണ്ട്, അതിന് ചില പേരുകൾ, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നമ്മൾ സയ്യാറത്തുൽ മുദർരിസി. കണ്ടോ, സയ്യാറത്തുൽ മുദർരിസി എന്താ അത് അർത്ഥമാക്കുന്നത്? മുദർരിസിൻ്റെ കാറ് എന്നാണ്. മുദർരിസിൻ്റെ കാറ്. യെസ്, അവിടെ എൻ്റെ എന്ന അർത്ഥം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇവിടെ കെസ്ർ കൊടുത്തു. അപ്പോൾ സയ്യാർ മുദർരിസിൻ്റെ കാർ. ഇതിന് ഭാഷയിൽ പറയുന്ന, നഹ്വിൻ്റെ ഭാഷയിൽ പറയുന്ന പേര്, ഇതിന് ഓരോന്നിനും സയ്യാറത്തിന് എന്ത് പറയും, മുദർരിസിന് ഏതൊരു കാര്യമാണ് അതിൻ്റെ നിയമത്തിന് പറയുന്ന പേരെന്താണ്? അതാണ് സയ്യാറത്ത് എന്നുള്ളത് മുലാഫാണ്. മുലാഫ് എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കപ്പെട്ടത് എന്നാണ്. മുലാഫ് അലാഫ ചേർത്ത് വെച്ചത് എന്താണോ അതിനാണ് മുലാഫ് എന്ന് പറയാം. ഇനി മുദർരിസ് എന്നതിൻ്റെ നേരെ കൊടുത്തു നോക്കൂ, അവിടെ എന്താ കൊടുത്തത്? മുദർരിസ് മുലാഫുൻ ഇലൈഹിയാണ്. മുലാഫുൻ ഇലൈഹി ആണ്. ഇലാന ലേക്ക്, ഏതിലേക്കാണോ ചേർത്തത് അതിനാണെന്ന് പറയാം, മുലാഫുൻ ഇലൈഹി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, കാറിനെ അധ്യാപകനിലേക്ക് ചേർത്തു. എന്തിനെയാണ് ചേർത്തത്? കാറിനെ ചേർത്തു. ചേർത്ത വസ്തുവിനെ, ആ വിഷയത്തെ എന്ത് ചെയ്തു? മുലാഫ് എന്ന് പറഞ്ഞു. ഏതിലേക്കാണോ ചേർത്തത് അതിനെന്ത് പറഞ്ഞു? മുലാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മുലാഫുൻ ഇലൈഹിക്ക് ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെപ്പോഴും എന്താണ് ഉണ്ടാവുക? കസ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് സയ്യാറത്തുൽ മുദർരിസി, മുദർരിസിൻ്റെ കാറ് അതിനർത്ഥം പറയുന്നത്. എന്നാൽ മുലാഫായിട്ടുള്ള സയ്യാറത്തു എന്നതിന് എപ്പോഴും ലൊമ്മ തന്നെ ആവണമെന്നില്ല. അതിൻ്റെ ഹർക്കത്തുകൾ, അതിന് ഫത്തുഹോ കസറോ ഒക്കെ മാറി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഭാവിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. ഏതായിരുന്നാലും ഒരു സെൻറ്റൻസിൽ മുലാഫ് ഏതാണ് എന്നും മുലാഫുൻ ഇലൈഹി ഏതാണ് എന്നും തിരിച്ചറിയുക എന്നുള്ളതും കൂടെ ഈ ചാപ്റ്റർ കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട്. ഇനി നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ഭാഗങ്ങൾ കൂടെ ഏറ്റവും എളുപ്പത്തിൽ ലളിതമായി അത് മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളെയും ഒരു പരിഭാഷയുടെ സഹായമില്ലാതെ തന്നെ
മനസ്സിലാക്കുവാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.